പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും എപ്രകാരമാണ് രൂപാന്തരപ്പെടുത്തിയത്? ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങൾ, ആ വ്യക്തിയുടെ കുടുംബവും വ്യക്തിജീവിതവും എങ്ങനെ യേശു ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ടു? സ്വന്തം ജീവിതത്തിലൂടെ യേശു അനുഭവം നമ്മളുമായിട്ട് പങ്കുവെക്കുവാൻ ഈശോ പറഞ്ഞു വിട്ടിരിക്കുന്നത് തങ്കച്ചൻ വെള്ളാനല്ലൂർ എന്ന സഹോദരനാണ്. ഇരിങ്ങാലക്കുട അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിനെ കണ്ടുമുട്ടി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് യേശുവിന് വേണ്ടി ഇന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സ്വന്തം ജീവിതത്തിൽ കണ്ടുമുട്ടിയ യേശുവിനെ നമുക്കും പരിചിതമാകാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലി സ്വദേശിയാണ്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് വെള്ളാങ്കല്ലൂർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വെള്ളാങ്കല്ലൂരിലെത്തിയ സംഭവത്തിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്, ചില ദൈവാനുഭവങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ഈ സമയം പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയാ. ബാല്യം മുതലേ വളരെയേറെ കഷ്ടതകളും സഹനങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തത സഹചാരിയായി മാറിയിരുന്നു. ജീവിതം മുമ്പോട്ട് പോയപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. 28ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോലിയിലായിരിക്കുന്ന സമയത്തുണ്ടായ ഒരു അടുപ്പമാണ് അങ്ങനെ എത്തിച്ചേർന്നത്. അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ രജിസ്റ്റർ മാരേജിലേക്കാണ് ആദ്യം കടന്നത്. ജീവിതം മുമ്പോട്ട് പോയി ദൈവം 3 ആൺകുട്ടികളെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അതിൽ 2ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളായി മാറി. അവൻ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ശരീരത്തിൽ ചൊറി പോലെ ഒരു രോഗം, നമ്മൾ സാധാരണ എന്താ പറയുക, കരപ്പൻ എന്നൊക്കെ പറഞ്ഞാണ് ചികിത്സ ആരംഭിച്ചത്. നീണ്ട 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രോഗത്തിൻ്റെ നില വഷളായി. അവൻ്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വേനൽക്കാലത്ത് പാടം വിണ്ടുകീറുന്നത് പോലെ വിണ്ടുകീറി ആ ചാലുകളിലൂടെ പഴുപ്പും ചോരയും ഒഴുകുവാൻ തുടങ്ങി. ശരീരം ആസകലം അവല് പോലെ തൊലി ഇളകിപ്പോകുന്ന ഒരവസ്ഥ. ചികിത്സകൾ ഓരോന്നോരോന്നായി മാറുകയാണ്. ആയുർവേദം അലോപ്പതിക്ക് വഴിമാറി. മാസങ്ങളോളം അലോപ്പതി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനല്ല, നീ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോവുക. അടുത്തതായി ഹോമിയോ ചികിത്സ ആരംഭിച്ചു. മാസങ്ങളോളം ഒരു മാറ്റവുമില്ല. ഓരോ ദിവസവും രോഗം വഷളാവുകയാണ്. അവൻ്റെ ആരോഗ്യനില വഷളായി. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ സമയം ഹോമിയോ ഡോക്ടർ പറഞ്ഞു, മറ്റൊരു മാർഗവുമില്ല, നീ കൊണ്ടുപോവുക. ഓരോ വൈദ്യശാസ്ത്രത്തിനും അവൻ്റെ ജീവനെ പേടിയ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പറയേണ്ടി വരുമല്ലോ എന്ന ചിന്ത അവർ മറ്റൊരു മേഖലയിലേക്ക് മടക്കി അയക്കുവാൻ ഇടയാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടിലെ ചികിത്സയെല്ലാം കഴിഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ്, കുട്ടികളുടെ ഹോസ്പിറ്റൽ, അവിടെയെല്ലാം വർഷങ്ങളോളം ചികിത്സിച്ചു. ചികിത്സയ്ക്ക് പോയ വഴിയിൽ പൂർണ്ണമായ ആശുപത്രി കേസായതുകൊണ്ട്, ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയായതുകൊണ്ട് ഒരു കൊച്ചു ബിസിനസ് ഉണ്ടായിരുന്നതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. ചികിത്സയ്ക്ക് വലിയ തുക ആവശ്യമുള്ളത് കൊണ്ട് ലക്ഷങ്ങൾ കടം വാങ്ങി അവനെ ചികിത്സിച്ചു ഞങ്ങൾ. 4ാമത്തെ വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്കിന്നിൻ്റെ പ്രൊഫസർ ഡോക്ടർ സദാനന്ദ നായിക്ക് പറഞ്ഞു, തങ്കച്ച, ഇത് സോറിയാസിസ് എന്ന രോഗം, അതതിൻ്റെ മൂർധന്യതയിലാണ്. അത് പെട്ടെന്ന് സുഖപ്പെടുന്ന അസുഖമൊന്നുമല്ല. വൈദ്യശാസ്ത്രത്തിന് ശരിയായ പ്രതിവിധിയൊന്നുമില്ല. ഒരുപക്ഷെ മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ അല്പം ആശ്വാസം കാണാം, അതിലുപരിയായിട്ട് നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നീ കുഞ്ഞുമായിട്ട് വീട്ടിലേക്ക് പോവുക, മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യുവാനില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ന് ഞാൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവമില്ല, ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടനായ ദൈവമാണ് എന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഞാൻ തിരുത്തി പറയുന്നു, ദൈവമുണ്ട്,
രക്ഷകൻ എന്നാണ് അവൻ്റെ പേര്. ഹല്ലേലൂയ. രക്ഷിക്കുന്നവൻ എന്നാണ് അവൻ്റെ പേര്. ഹല്ലേലൂയ. സൗഖ്യദായകൻ എന്നാണ് അവൻ്റെ പേര്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചപ്പോൾ ജീവിത പങ്കാളിയോട് ഞാൻ പറഞ്ഞു, നമുക്കിനി ജീവിക്കണ്ട. കാരണം ലക്ഷക്കണക്കിന് കടബാധ്യതയാണ്. ഒരു വേലയെടുത്തിന് ജീവിക്കാം, കടം വീട്ടാമെന്ന് കരുതാൻ പറ്റത്തില്ല. പലിശയ്ക്ക് പണം വാങ്ങിച്ച് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. കടം വാങ്ങിച്ചത് മൂലം കടം തന്ന ആളുകൾ എന്നെ കാണുമ്പോൾ ഓടി വേലി ചാടുന്ന ഒരവസ്ഥയാണ്. സാധാരണ എങ്ങനെയാ? കടം മേടിച്ച വ്യക്തിയെ കാണുമ്പോൾ കടം കൊടുത്ത വ്യക്തി വയ്ക്കും, നീ പണം തന്നിട്ട് പോകൂ. എന്നാൽ എനിക്ക് പണം തന്ന ആളുകൾ എന്നെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുക. ഇനി അവൻ ചോദിക്കുമെന്നറിയാം. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിന് പോലും അറിയത്തില്ല എവിടെയൊക്കെയാണ് കടബാധ്യതയെന്ന്. മാറാത്ത രോഗം, കയറിക്കിടക്കുവാനൊരു ഭവനമില്ല. ഇങ്ങനെയൊരു വിവാഹത്തിലൂടെ കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ ജീവിത പങ്കാളിയോട് പറയുന്നു, നമുക്കിനി ജീവിക്കണം, നമുക്ക് ആരുമില്ല, ദൈവം പോലുമില്ല, നമുക്ക് മരിക്കാം. പ്രിയമുള്ളവരെ, ആഗ്രഹമില്ലെങ്കിലും അതിനുവേണ്ടി ഒരുങ്ങുന്ന സമയം, ഒരു മരണത്തെ ആഗ്രഹിക്കുന്ന സമയമായിരുന്നു അത്. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു പെൺകുട്ടി, അവളുടെ പേര് മായ എന്ന, പഞ്ചാബിൽ നേഴ്സായിരുന്നു. അവൾ ഇപ്പോൾ മരിയ എന്ന പേരിൽ ഒരു കന്യാസ്ത്രീയായി മാറ്റപ്പെട്ടു 35 വയസ്സിന് ശേഷം. ആ മകൾ കുറച്ചു കാലം അവർ കുടുംബം, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം താമസിക്കുവാൻ ഇടയായി. ആ മകളാണ് ഞങ്ങളോട് പറഞ്ഞത്, തങ്കച്ച, നിന്റെ ദുഃഖങ്ങളിൽ, വേദനകളിൽ, തകർച്ചകളിൽ, കടബാധ്യതകളിൽ, നിന്റെ ആകുലതകളിൽ, നിന്റെ രോഗപീഠകളിൽ, കഷ്ടതകളിൽ നിന്നെ രക്ഷിക്കാൻ, സുഖപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ, അനുഗ്രഹിക്കാൻ, വഴി നടത്താൻ, ഭവനം വെച്ച് തരാൻ, സൗഖ്യപ്പെടുത്തുവാൻ ഒരു ദൈവമുണ്ട്, കർത്താവായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തിനു മരിക്കണം? അവനെ അന്വേഷിക്കുവാനായിട്ട് 96 ആദ്യ മാസത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെന്നു. പ്രിയമുള്ളവരെ, 10,000 സംബന്ധിക്കുന്ന ധ്യാനമാണ്. ഞാനും അവിടെ പോയി ഇരിക്കുകയാണ്, വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതെല്ലാം എനിക്ക് കാണുവാനുള്ള വലിയ കൃപ ഈശോ തന്നു. തളർവാദ രോഗികൾ എഴുന്നേൽക്കുന്നു, ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള രോഗികൾക്ക് പുതിയ കിഡ്നി വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച, മരിച്ചു എന്ന് വിധി എഴുതിയിട്ടുള്ള അനേകരുടെ ഉയർത്തെഴുന്നേൽപ്പ് കാണുവാനുള്ള വലിയ കൃപ എനിക്ക് ഈശോ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആ ധ്യാനത്തിലൊന്നും മരണൻ്റെ രോഗം മാറിയില്ല. 2ാമത്തെ ധ്യാനത്തിലിരുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ക്ലാസ്സാണ്. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ദുഃഖങ്ങളും വേദനകളും തകർച്ചകളും, ജീവിക്കാനൊരു വഴിയില്ലല്ലോ എന്നോർത്ത് കരയുമ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചനോട് ഈശോ സംസാരിച്ചു. അച്ഛൻ വിളിച്ചു പറയുക, തങ്കച്ചനെ കർത്താവ് തൊടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2ാമത്തെ ദിവസം അങ്ങനെ പറയുമ്പോൾ അത് ഞാൻ കേൾക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഏതോ ഒരു മാസ് മരിയ ലോകത്തിലേക്ക് എന്നതുപോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ, ഒരു ഹൈഡ്രജൻ നിറച്ച ബലൂൺ പോലെ പറന്നുയരുകയായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന സെമിനാരി വിദ്യാർത്ഥിയാണ് എന്നോട് പറഞ്ഞത്, തങ്കച്ച, അച്ഛനെന്ന് നിൻ്റെ പേര് ചൊല്ലി വിളിച്ചുവെന്ന്. ഞാൻ പറഞ്ഞു, ബ്രദറെ, അച്ഛനെന്ന് എൻ്റെ പേര് ചൊല്ലി വിളിച്ചെങ്കിൽ അത് ഞാൻ തന്നെയാ, ആ തങ്കച്ചൻ ഞാൻ തന്നെയാ. കാരണം ഞാൻ ഇപ്പോഴും മറ്റേതോ ലോകത്തിലാണ്. പ്രിയമുള്ളവരെ, ഈശോ വലിയ സൗഖ്യ അനുഭവം, ആന്തരിക സൗഖ്യ അനുഭവം എനിക്ക് തന്നു. ആത്മഹത്യ ചെയ്യേണ്ട ആ ചിന്ത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി, രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെന്ന അടിത്തറ എൻ്റെ ഹൃദയത്തിൽ അവൻ പാകി. ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2ാമത്തെ ധ്യാനത്തിൽ മരണന് സൗഖ്യമില്ല. 3ാമത്തെ ധ്യാനത്തിലേക്ക് വീണ്ടും വന്നു ഞങ്ങൾ. ആ ധ്യാനത്തിലും ഈശോ പഠിപ്പിച്ചു. ഓരോ ധ്യാനത്തിലും ഈശോ പഠിപ്പിക്കുകയാണ്. എൻ്റെ തകർച്ചയുടെ കാരണങ്ങളെക്കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ വചനങ്ങളും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ തകർച്ചയുടെ കാരണം മറ്റാരുമല്ല. ഞാൻ മിക്കപ്പോഴും ഭാര്യയാണ്, അപ്പനാണ്, അമ്മയാണ്, സഹോദരനാണ്, നാട്ടുകാരാണ്, കൂട്ടുകാരാണ് എൻ്റെ തകർച്ചയുടെ കാരണമെന്ന് പറഞ്ഞെങ്കിൽ ഈശോ എന്നെ വ്യക്തമായി പഠിപ്പിച്ചു, നിന്റെ തകർച്ചയുടെ കാരണക്കാരൻ മറ്റാരുമല്ല, നീ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാപ്രാസംഗികന്റെ പുസ്തകത്തിൽ 7:29 പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ ധ്യാനത്തിലും മൂന്നാമത്തെ ധ്യാനത്തിലും സൗഖ്യമില്ല. എന്നാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു, ഓരോ ധ്യാനത്തിലും ആയിരക്കണക്കിന് ആളുകൾ സുഖപ്പെടുന്ന കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ ഒരു വാക്ക് കൽപ്പിക്കുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക കുടുംബമായിട്ട്. പ്രിയമുള്ളവരെ, നാലാമത്തെ ധ്യാനം കോട്ടയത്ത് കാരീസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലാണ്. ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. ജീവിത പങ്കാളിയും മക്കളൊക്കെ വീട്ടിലാണ്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ വെച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ച ഒരു രോഗി, അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നവളാണ്. അവളെ വിശുദ്ധ കുർബാനയുടെ മധ്യേ അത്ഭുതകരമായി പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഹൃദയം പൊട്ടി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാനും ജീവിത പങ്കാളിയും കൊച്ചും ഈ കൊച്ചിനെ നോക്കുവാനായിട്ട് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയ മായ എന്ന സഹോദരിയുമായിട്ട് വന്നു. മായയാണ് എൻ്റെ മരിക്കാറായ അബോധാവസ്ഥയിലായ പൊട്ടിത്തകർന്ന ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനും ജീവിത പങ്കാളിയും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈശോ ഓരോ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പഠിപ്പിക്കുവാനായിട്ട് കൊണ്ടുവന്നു. എന്നാൽ കൗൺസിലിങ്ങിൻ്റെ സമയത്താണ് എന്നെ കൂടുതലായി സ്പർശിച്ച അനുഭവം. ഒരു സഹോദരിയുടെ അടുക്കലേക്ക് ഒരു സഹോദരൻ പറഞ്ഞ് അവിടെ പോയി കൗൺസിലിങ്ങിന് ഇരിക്കുക. ഞാൻ അവരെ മൊത്തത്തിലൊന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കത്ര അങ്ങ് പിടിച്ചില്ല. കാരണം ഒരു സൗന്ദര്യമില്ല, ഒരു കൃപയുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല. ഒരു സാധാരണ ചേച്ചി, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ കൃപയുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇവരെ ഗ്ലൈസിംഗ് ഉള്ള മുഖവും തലയൊക്കെ ആയിരിക്കും, നല്ല സുന്ദരമായ മുഖമൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ആ സഹോദരൻ്റെ അടുത്ത് പൊക്കോളാം. നല്ല ഒരു സഹോദരൻ, സുന്ദരനായ, തലയൊക്കെ ഇങ്ങനെ ഗ്ലൈസിംഗ് ഉള്ള, ഞാൻ അവിടെ പൊക്കോളാം. അപ്പോൾ എന്നെ കൗൺസിലിംഗ് വിളിച്ചു വിട്ട സഹോദരൻ പറഞ്ഞു, അതേ, ആ ചേച്ചിക്ക് വലിയ കൃപ, അദ്ദേഹത്തെക്കാളും വലിയ കൃപയാണ്. നിങ്ങളുടെ കൊച്ചിനെയൊക്കെ ഞാൻ കണ്ടു, അതുകൊണ്ട് അങ്ങോട്ട് പൊക്കോ. പ്രിയമുള്ളവരെ, ഞാൻ ആ സഹോദരൻ്റെ അടുക്കൽ പോയിരിക്കുക. ഒരാളെ വിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. എന്നിട്ട് ആ മകൾ എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണേ, അതെ, നിൻ്റെ മറയ്ക്കപ്പെട്ട് കിടക്കുന്ന പാവങ്ങളും നിൻ്റെ ആന്തരിക മുറിവുകളും ഒക്കെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് സ്തുതിച്ചു. അതിനുശേഷം പ്രിയമുള്ളവരെ, ഈശോ അവരിലൂടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. എൻ്റെ 5 വയസ്സ് മുതൽ 36 വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മയോ തിന്മയോ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഈശോ ആ മകളിലൂടെ എന്നോട് സംസാരിച്ചു. ഒന്നും ഇല്ല എന്ന് പറയുവാനില്ലാത്ത വിധം ഈശോ എന്നെ പൂർണ്ണമായും അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണം ഈശോ ആ മകളിലൂടെ സംസാരിച്ചു. അതെൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായി മാറി. ആ ദൈവാനുഭവം, ഈശോ എന്നെ പൂർണ്ണമായും അറിയുന്ന ഒരു ദൈവമാണെന്നും ഇനി ഒരിക്കലും അപ്പുറത്തേക്കൊരു ചിന്തയില്ലെന്നും ഞാൻ തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. കൗൺസിലിംഗ് കഴിഞ്ഞു, ധ്യാനത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷ, ആന്തരിക സൗഖ്യ ആരാധന, രോഗശാന്തി ആരാധനയൊക്കെ നടക്കുകയാണ്. വെള്ളിയാഴ്ച ആണ്. അന്ന് ശനിയാഴ്ച കൊണ്ടാണ് ധ്യാനമെല്ലാം കഴിയുക. ശനിയാഴ്ച ഒരു വിശുദ്ധ കുർബാന കൂടി കഴിഞ്ഞാൽ ധ്യാനം കഴിയും. അങ്ങനെ ശുശ്രൂഷയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പള്ളി അച്ഛനോട് ഈശോ സംസാരിച്ചു കൊണ്ടിരുന്നു. അനേകരുടെ പേരുകൾ ചൊല്ലി വിളിക്കുക. തളർവാദ രോഗികൾ എഴുന്നേൽക്കുന്നു, ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു, കിഡ്നി ഫെയിലിയർ സൗഖ്യമാകുന്നു, മറ്റനവധി രോഗങ്ങളുടെ പേരുകളും രോഗികളുടെ പേരും വിളിക്കുക. എന്നാൽ അരുണിൻ്റെ പേര് മാത്രം ഒന്നും അച്ഛനിലൂടെ സംസാരിച്ചില്ല. ശുശ്രൂഷയെല്ലാം അവസാനിച്ചു. പിറ്റേ ദിവസം പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ കൊച്ചിനെ ഞാൻ ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പള്ളി അച്ഛനെ കൊണ്ട് കാണിച്ചു. അച്ഛാ, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എല്ലാം പറഞ്ഞിരുന്നു, കണ്ണീരോടെ പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11:40 കർത്താവ് മാർത്തയോട് പറഞ്ഞതാ. എപ്പോഴാ? ലാസർ മരിച്ചു കിടക്കുകയാ, 4-ാമത്തെ ദിവസമായി, ചീഞ്ഞഴുകിയിട്ടുണ്ടാവും. ഈശോ അങ്ങോട്ട് ചെന്നു, ആ കല്ലറയുടെ വാതിൽ തുറക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ മാർത്ത പറയുക, വേണ്ട കർത്താവേ, വേണ്ട കർത്താവേ, നാറ്റം വെച്ചിട്ടുണ്ടാവും, വേണ്ടാത്ത പണിയൊന്നും നീ ചെയ്യണ്ട കേട്ടോ. ഈശോ മാർത്തയോട് പറഞ്ഞു, മാർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് പറഞ്ഞു, തങ്കച്ചാ, നീ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യാൻ പോവുക, നീ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, അച്ഛൻ ആ കൊച്ചിനെ കുറിച്ച് ഓർത്തു. അച്ഛൻ ഒരു നിമിഷം ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് തിരുവോസ്തിയിൽ ആഗതനായിരിക്കുന്ന യേശുവിനോട് ചോദിച്ചു, കർത്താവേ, നീയല്ലേ ആ സോറിയാസിസ് രോഗിയായ കൊച്ചുമകൻ അരുണിനെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? നീ അനേകരുടെ പേര് ചൊല്ലി വിളിച്ച് സൗഖ്യം കൊടുത്ത കൂട്ടത്തിൽ അരുണിൻ്റെ പേര് മാത്രം നീ സംസാരിച്ചില്ലല്ലോ കർത്താവേ, എന്താ നിനക്ക് അവനെ കുറിച്ചുള്ള പദ്ധതി? അച്ഛൻ്റെ കാതിൽ ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇതുവരെയും അവന് സൗഖ്യം കൊടുത്തിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സന്ദേശം ലഭിച്ച മാത്രയിൽ ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പള്ളി അച്ഛനാം ആ ധ്യാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന 490 ദൈവമക്കൾ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടില്ലേ മരണാസന്നനായ കൊച്ചുമകൻ അരുണിനെ? നമ്മുടെ കർത്താവ് ഇതുവരെയും അവനെ സൗഖ്യപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എഴുന്നേക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, അവന് വേണ്ടി നിലവിളിക്കാം. പ്രിയമുള്ളവരെ, 490 ദൈവമക്കളും അച്ഛനും ശുശ്രൂഷകരും ഒന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക് മനമുയർത്തി കരമുയർത്തി സ്വരമുയർത്തി നിലവിളിച്ചു, കർത്താവേ, അരുണിനെ സൗഖ്യപ്പെടുത്താതെ നീ നിന്റെ ആലയം വിട്ടു പോകരുതേ. അരുണിനെ സൗഖ്യപ്പെടുത്താതെ നിന്റെ ആലയത്തിൽ നിന്നും അവനെ മടക്കി അയക്കരുതേ. ശക്തമായ സ്തുതിപ്പുകളും പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയർന്നപ്പോൾ ജീവിക്കുന്നവനായ ദൈവത്തിന്, കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലാത്ത ദൈവത്തിന്, കാതുകൾ മന്ദീഭവിച്ചിട്ടില്ലാത്ത ദൈവത്തിന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിലവിളി കേട്ട് സ്വർഗത്തിൽ അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ആ നിമിഷം ഇതാ സ്വർഗം ചായ്ച്ച് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്. ആ നിമിഷം അച്ഛനിലൂടെ ഈശോ സംസാരിച്ചു, അരുണിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ആ സമയം ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോവുകയാണ്. ആ സമയത്തൊന്നും അരുണിന് യാതൊരു മാറ്റവും ഇല്ല. ചീഞ്ഞ് അഴുകി വിണ്ടുകീറി പഴുപ്പും ചോരയും അബോധാവസ്ഥയിലും അർദ്ധബോധാവസ്ഥയാണ്. ഏത് നിമിഷവും മരിക്കപ്പെടുമെന്നുള്ള ചിന്തകളാണ് ഞങ്ങൾക്ക്. ഒരു മാറ്റവും കാണുന്നില്ല. അവൻ അങ്ങനെ തന്നെ ഇരിക്കുക. കൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തി. ബെഡിൽ കിടത്തി കഴിഞ്ഞാൽ അങ്ങനെ കിടക്കും. കൈ നിവർത്തി കഴിഞ്ഞാൽ കൈ കീറും, കഷം ഉയർത്തി കഴിഞ്ഞാൽ അവിടെ കീറും, കഴുത്ത് തിരിച്ചാൽ കഴുത്ത് കീറും. എല്ലാ ജോയിൻറ്റുകളും വ്രണം വന്നിങ്ങനെ നിറഞ്ഞിരിക്കുക. അവൻ ആ ബെഡിൽ അങ്ങനെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഓരോരുത്തരും മാറി കാവലിരിക്കും. ഈ കൊച്ചിനെ എപ്പോഴാണ് മരണമെന്ന് അറിയത്തില്ല. ഒരാൾ കാവലിരിക്കുമ്പോൾ ഒരാൾ ഉറങ്ങും. എന്നാൽ ഈശോ തൊട്ട ദിവസം 2 പേരെയും ഈശോ ഇരുത്തിയും കിടത്തിയും, കാവൽ നിന്ന 2 പേരെയും ഈശോ ഇരുത്തിയും കിടത്തിയും ഉറക്കി സുഖമായിട്ട്. അവർ രാവിലെ ഉണരുമ്പോൾ കാണുന്നത് ഈ മരണാസന്നനായ മരണവായു വലിച്ചു കിടക്കുന്ന കൊച്ച് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 വർഷമായി അവൻ്റെ ശരീരമാസകലം വിണ്ടുകീറിയ ശരീരം, അതിൽ പഴുപ്പും ചോരയുമായിരുന്നെങ്കിൽ പ്രിയ ദൈവജനമേ, കർത്താവ് തൊട്ട ആ പ്രഭാതത്തിൽ അവൻ്റെ ആ ചീഞ്ഞഴുകിയിരുന്ന വിണ്ടുകീറിയിരുന്ന സകല ചാലുകളും മുറിവുകളും ഉണങ്ങിക്കരിഞ്ഞ് കറുത്ത പൊറ്റൻ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരണ്ടിയാൽ അടന്നു പോകുന്നത് പോലെ കറുത്ത പൊറ്റൻ വന്ന് നിറഞ്ഞു. ശരീരമാസകലം അവല് പോലെ നിറഞ്ഞ തൊലി, നമ്മൾ കൈകൊണ്ട് പിടിച്ചാലും കൊണ്ട് പോരും ഒരു പെറ്റം തൊലി. അത് പരിപൂർണമായി ഒരു കഷ്ണം പോലും അവൻ്റെ ശരീരത്തിൽ ബാക്കിയില്ലാതെ ബെഡ്ഷീറ്റ് നിറഞ്ഞു കിടക്കുകയാണ്. അതെല്ലാം കൊണ്ട് കക്കൂസ് കൊണ്ടിട്ട് വെള്ളം ഒഴിച്ച്, പ്രിയമുള്ളവരെ, അടുത്ത വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ജനം അന്തം വിട്ടു. ജനങ്ങൾ മാറത്തടിച്ച് കരഞ്ഞു. ദൈവം ചെയ്ത വലിയ അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് ചെന്ന് പിറ്റേ ദിവസം കുളിപ്പിച്ചപ്പോൾ അവൻ്റെ ശരീരത്തെ ആ കറുത്ത പൊട്ടനെല്ലാം തോർത്തിൽ ഇങ്ങനെ ഇഴുകി മാറി പരിപൂർണ സൗഖ്യമുള്ളവനായി മാറി. എൻ്റെ വീട്ടിലേക്ക്, ഒരു മരണ വീട്ടിലേക്ക് എന്നപോലെ ആളുകൾ ഒഴുകി. പലരും ചോദിച്ചു, 4 വർഷമായി ജനം കണ്ടുകൊണ്ടിരിക്കുന്നതാ. അവർ ചോദിച്ചു, അരുൺ മരിച്ചോ? പലരും പറഞ്ഞു, അല്ല, അവൻ സുഖപ്പെട്ടു. സുഖപ്പെട്ടോ? കാണാൻ വേണ്ടി ജനങ്ങൾ ഒഴുകി. പ്രിയമുള്ളവരെ, അവനെ കണ്ടവരെല്ലാം യേശുവിനെ നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള പടപ്പുറപ്പെടായി ആ നാട് മുഴുവൻ. പിറ്റേ ആഴ്ച മുതൽ പോട്ടെ ആശ്രമത്തിലേക്ക് 2 വണ്ടി ആളുകൾ നിറയാൻ തുടങ്ങി. വിളിക്കേണ്ട ആളുകൾ വീട്ടിൽ വന്ന് പറയും, പോട്ടയ്ക്ക് വരുന്നു. അനേക വിജാതീയരാണ് വന്ന് കയറിയത്. പ്രിയമുള്ളവരെ, കർത്താവ് ചെയ്ത വലിയ കാര്യം ജ്ഞാനം 16:12 പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 15:26 പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസപൂർവ്വം എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സങ്കീർത്തനം 107:20. അവിടുന്ന് എൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 3 മക്കളും വളർന്നു. മൂത്തവൻ ഗൾഫിലാണ്. രണ്ടാമത്തവൻ പഠിച്ചു വളർന്നു, SLC പാസ്സായി, ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എല്ലാം കഴിഞ്ഞ് അവൻ നിൽക്കുകയാണ്. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവനെ കാണണമോ? ഒന്ന് എഴുന്നേൽക്കും, ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞേ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമേ കഴിഞ്ഞുള്ളൂ. എണ്ണിയാലൊടുങ്ങാത്ത നന്മകളുമായി ഈശോ വീണ്ടും എന്നെ സന്ദർശിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒരു രോഗശാന്തി കൊണ്ടോ ഒരു അത്ഭുതം കൊണ്ടോ തീരുന്നതല്ല ദൈവവുമായി ബന്ധപ്പെട്ട ജീവിതമെന്ന് അവിടെ നിന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും, എല്ലാ കടബാധ്യതകളും, ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം, ഭവനമില്ലായ്മ, അതെല്ലാം ഞാൻ യേശുവിന് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ജീവിതത്തോണിയുടെ അമരക്കാരനായി ഞാൻ നിന്നെ നിയമിക്കുകയാണ്. തങ്കച്ചൻ സ്വന്തമായി അധ്വാനിച്ചു, സ്വന്തം കഴിവിൽ ആശ്രയിച്ചു, വേല ചെയ്തു, ജീവിച്ചു, പൊട്ടിത്തകർന്നു. എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കടബാധ്യതയായി ആത്മഹത്യ പരുവത്തിലായി. കർത്താവേ, എന്നാൽ നീ രക്ഷകനും സൗഖ്യദാതാവും അനുഗ്രഹദായകനും സൗഖ്യദായകനുമൊക്കെ ആയതിനാൽ ഞാനിനി ഒറ്റയ്ക്ക് തുഴയുന്നില്ല. എൻ്റെ ജീവിതത്തോണിയുടെ അമരക്കാരനായി നിന്നെ ഞാൻ വെക്കുന്നു. ജീവിതം യേശുവിന് ഏൽപ്പിച്ചു കൊടുത്തു. ഈ ധ്യാനത്തിൽ, അവൻ സൗഖ്യപ്പെട്ട ധ്യാനത്തിൽ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നായിരുന്നു. ആ ഏലിക്കുട്ടി സഹോദരി എന്നാണ് അവരുടെ പേര് പറയാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവരിലൂടെ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുക ഈശോ. എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവരിലൂടെയും മറ്റു ചില വ്യക്തികളുടെയും ഈശോ സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6:36 ഒരു വചനമുണ്ട്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ കാലടികൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ എന്ന വചനം. ദൈവകൃപയുള്ളവരുമായ ഒരു ചങ്ങാത്തമുണ്ടാക്കുവാൻ എന്നോടും നിങ്ങളോടും ലോകം മുഴുവൻ സമസ്ത ജീവിതങ്ങളോടും ഈശോ ഇതിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ജീവൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ആ മകൾ എനിക്കൊരു വചനം തന്നു. വചനം എങ്ങനെയാണ്? ഉൽപ്പത്തി 12:1-2-3. നീ നിന്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും താമസിച്ചിരുന്ന ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക. നിന്നെ അവിടെ ഒരു വലിയ ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളും അനുഗ്രഹീതമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇതാണ് വചനം. എന്നോട് പറഞ്ഞു, നീ എന്നും ഇത് വായിച്ച് ധ്യാനിക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, കൊച്ചിൻ്റെ രോഗം മാറി എന്നല്ലാതെ കടബാധ്യത മാറിയിട്ടില്ല, വീടില്ല, ഒന്നുമില്ല. എല്ലാം പൊട്ടിത്തറക്കുക. കടബാധ്യത ലക്ഷങ്ങളാണ്. മുമ്പോട്ട് ജീവിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ല. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് യേശുവിനെ ആയതിനാൽ എനിക്കറിയാം അതൊക്കെ സംഭവിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബിസിനസ് ഒരു കരിയോയിലിൻ്റെ പണിയാണ്. പറഞ്ഞാൽ പെട്ടെന്ന് അറിയുമെന്നറിയില്ല. കരിയോയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് ലോഡ് കയറ്റി കൊടുക്കണം. റബ്ബർ കമ്പനികൾ, ബോംബെ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയതാ. അത് വെച്ചിരുന്ന ഷെഡ് പോലും അതിൻ്റെ ഉടമസ്ഥൻ യാദൃശ്ചികമായി വിറ്റു. ഒരു ഷെഡ് പണിയാൻ പോലും മാർഗമില്ല. ഈ ബിസിനസിൻ്റെ പിന്നിലാ ഈ കടബാധ്യതയെല്ലാം. എനിക്കറിയാം, ഏത് നിമിഷവും കടക്കാരോടിക്കൂടി നിന്റെ ബിസിനസ് എവിടെ, പണം എവിടെ? അതറിയുവാൻ വേണ്ടി ഞാൻ തൊട്ടടുത്തൊരു പ്രെയർ ഗ്രൂപ്പുണ്ട്. ബഹുമാനപ്പെട്ട പാനക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സിംഗിൾസിൻ്റെ ഗ്രൂപ്പാണ്. സഹോദരിമാരാണ്. എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലെ ഷെയറെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് വെച്ച് മുട്ടുമേൽ നിന്ന് കർത്താവിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നല്ല കൃപയുള്ളൊരു കൂട്ടായ്മ. ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. എനിക്കൊന്നും അറിയില്ല പ്രിയമുള്ള ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ. ഞാൻ തുടക്കക്കാരനാ. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, കർത്താവിൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തി, പക്ഷേ എൻ്റെ ബിസിനസ്സും ജീവിതമൊക്കെ ബാക്കി പൊളിഞ്ഞു കിടക്കുകയാണ്, നന്നാവുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്? കർത്താവിൻ്റെ ഹിതം എന്താ എന്ന് ചോദിച്ചേ. അവർ പോയി മുട്ടുമേൽ നിന്നു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കർത്താവ് പുതിയതായിട്ട് ബിസിനസ്സിന് ഒരു സ്ഥലം തരാൻ പോവുകയാ. 3 അടയാളം പറഞ്ഞു. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. ഈ സമയത്ത് ഒരാഴ്ച ധ്യാനിപ്പിച്ചാലും, ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് ധ്യാനിപ്പിച്ചാലും തീരാത്ത ദൈവാനുഭവത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. നല്ലവനല്ല, അല്ലെങ്കിലും എൻ്റെ ദൈവം നല്ലവനായതുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത ദൈവാനുഭവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ പരിമിതമായ സമയത്ത് ഉള്ളത് ഞാൻ പറയാവുന്ന ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, അവരോട് പറഞ്ഞു, ഇതാണ് സംഭവം, എന്താ ചെയ്യേണ്ടത്? അവർ സ്ഥലം പറഞ്ഞു, അടയാളം പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് സ്ഥലം എന്ന് പറയാമോ? ചോദിച്ച ഈശോയോട്. നിന്നോട് അന്വേഷിക്കുവാൻ കർത്താവ് പറയുന്നു. ഞാൻ ആ നാട്ടിലുള്ള ഈ അടയാളങ്ങളുള്ള സ്ഥലമൊക്കെ പോയി നോക്കി, എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എല്ലായിടത്തും അന്വേഷിച്ചു.
ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞു, സിസ്റ്ററെ അങ്ങനെ ഒരു സ്ഥലം ഈ നാട്ടിൽ ഞാൻ കാണുന്നില്ല. അവർ പോയി മുട്ടുകുത്തി ഈശോയെ പറയൂ. ഈശോ പറഞ്ഞു, നിനക്ക് കർത്താവ് ഉടനെ ഈ സ്ഥലം തരാൻ പോവുകയാ, നീ അന്വേഷിക്കണം. ആരോട് അന്വേഷിക്കാനാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ ദൈവാനുഭവമുള്ള ധ്യാനാനുഭവമുള്ള ആൾക്കാരൊന്നും വളരെ കുറവാണ്. ഹൈ റേഞ്ചാണ്, കുഗ്രാമമാണ്. ആരൊക്കെ എവിടെ നിന്നൊക്കെ ധ്യാനിക്കാൻ പോകണമെന്ന് പോലും അറിയത്തില്ല. ഒരു ധ്യാനം കൂടാത്ത ഒരാൾക്ക് കർത്താവ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞു എന്നെങ്ങാനും ഞാൻ പറഞ്ഞു പോയാൽ തങ്കച്ചൻ ധ്യാനം കൂടുന്നത് വരെയും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ധ്യാനം കൂടി ആളെ അന്വേഷിച്ച് നടന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചായക്കടയിൽ ചായ കഴിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ അവിടെ ഒരു നല്ലവണ്ണം ധ്യാനം കൂടിയിട്ടുള്ള, ഒത്തിരി ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള നമ്മുടെ ഭരണങ്ങാനത്ത് സുരേഷ് അച്ഛൻ്റെ ആത്മപൂർണ്ണാനുഭവ ധ്യാനമൊക്കെ കൂടി നല്ല കൃപയുള്ള ഒരു തങ്കച്ചൻ, അവൻ്റെ പേര് തങ്കച്ചൻ പീറ്റർ, അവനെ കണ്ടു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, തങ്കച്ച, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, ഇന്ന പ്രെയർ ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനൊരു മെസ്സേജ് ഉണ്ട്, ഈ സ്ഥലം നിനക്കറിയുമോ? ആ 3 അടയാളം ഞാൻ പറഞ്ഞു. അവനൊരു നിമിഷം ഇങ്ങനെ കാക്ക നോക്കുന്ന പോലെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ആ എനിക്കറിയാം, എൻ്റെ അളിയൻ്റെ സ്ഥലമാണ്, എൻ്റെ ഭാര്യയുടെ സ്ഥലമാണ് അത്. ഞാനും ഭാര്യയും കൂടി കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം മുമ്പ് ആ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പോൾ ഏകദേശം ഇതുപോലൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ല, ഞാൻ നാളെ നോക്കിയിട്ട് വരാം. അവൻ പോയി കണ്ടു, ഈ 3 അടയാളമുള്ള സ്ഥലം അത് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ എത്രയെന്നറിയാമോ? 650 കോടി ജനങ്ങളെന്നായി ലോകത്തെക്കുറിച്ച് പറഞ്ഞത്, ലോകത്തിലുള്ളത്. ഞാൻ 649 കോടി 99,99,999 പേരോട് ചോദിച്ചാൽ പോലും ഈ നാട് കിട്ടുമോ? അതറിയാവുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, തങ്കച്ചൻ പീറ്റർ. അവനോട് മാത്രമാണ് ഞാൻ ചോദിച്ചെന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക എന്ന് ചിന്തിക്കണേ, ധ്യാനിക്കണേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുവാനിടയായി. ഒന്നുമില്ല, ചട്ടിയും കലവും പാത്രമൊക്കെയാണ്, പോകാൻ പൈസയില്ല. അപ്പോൾ ഞാൻ പലിശയ്ക്ക് കടം മേടിച്ച ഒരു മേരി ചേച്ചിയുണ്ട്. 25,000 രൂപ മേടിച്ചിട്ട് 4 മാസത്തെ പലിശ കുടിശ്ശികയാണ്. നല്ല ചേച്ചി. ആ ചേച്ചിയോട് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞ്, കർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞു ചേച്ചി, ഞാൻ നാട് വിടാൻ പോവുകയാണ്, നാട് വിട്ടു പോകാൻ കുറച്ച് പൈസ കടം തരുമോ? നാട് വിട്ടു പോകാൻ കുറച്ച്. ചേച്ചി പറഞ്ഞു, നീ തരുമെന്ന് എനിക്കറിയാം തങ്കച്ച, കൊണ്ടുപോക്കോ 15,000 രൂപ നാട് വിട്ടു പോകാൻ. ഹല്ലേലൂയ. അതുമായിട്ട് പോയി തൃക്കളത്തൂരിൽ ഒരു ചെറിയ ഷെഡൊക്കെ ഫിറ്റ് ചെയ്തു. പണമില്ല ബാക്കി ബിസിനസ്സിന്. അപ്പോൾ ഈ തങ്കച്ചൻ പീറ്റർ സ്ഥലം മേടിക്കാൻ വേണ്ടി, അവന് വീടും കുടുംബമൊന്നുമില്ല കേട്ടോ, വാടകയ്ക്ക് താമസിക്കുക. അവന് ഭാര്യയ്ക്ക് കിട്ടിയ സ്ത്രീധനം അവൻ 10-65,000 രൂപ ഉള്ളൂ, പാവപ്പെട്ട മനുഷ്യൻ. അത് ബാങ്കിലിട്ടിരിക്കുക. അവനോട് പറഞ്ഞു, തങ്കഞ്ഞേട്ടാ, ഇത് ഞാൻ എടുത്തു തരാം, എനിക്ക് ബാങ്ക് പലിശ തന്നാൽ മതി. 1 വർഷം കഴിയുമ്പോൾ ബാങ്ക് പലിശ ഉൾപ്പെടെ തന്നോ, കുറച്ച് കാശും കൂടെ വരുമ്പോൾ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാനാ. ഞാൻ ഈശോയോട് പറഞ്ഞു, മേടിച്ചോ കേട്ടോ, നിന്നെ കണ്ടോണ്ടാ മേടിക്കുന്നേ. പ്രിയമുള്ളവരെ, അത് വാങ്ങിച്ചു. 1 വർഷം കൊണ്ട് തങ്കച്ചൻ പീറ്ററിനെ കംപ്ലീറ്റ് പൈസയും പലിശയും ഉൾപ്പെടെ ഞാൻ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വർഷത്തിലേക്ക് കടന്നപ്പോൾ 2 ലക്ഷം രൂപയുടെ കടവും പലിശയും കർത്താവ് മാറ്റി. അങ്ങനെ കടബാധ്യത 2 ലക്ഷം മാറിക്കഴിഞ്ഞപ്പോൾ ഈ ഏലുക്കുട്ടി സഹോദരിയോട് ഞാൻ പറഞ്ഞു, വീട്ടിലേക്കൊന്ന് വരുമോ, ഒന്ന് പ്രാർത്ഥിക്കാനാണ്, നല്ല കൃപയുള്ള മക്കളല്ലേ. ഭർത്താവും കൗൺസിലറാ, സെബാസ്റ്റ്യൻ ബ്രദർ, കോട്ടയം ആശ്രമത്തിൽ. അവരെൻ്റെ വീട്ടിലേക്ക് വന്നു. ഈ ഏലുക്കുട്ടി സഹോദരി ഓരോ മുറിയിലൂടെ കടന്നു പോകും. കർത്താവ് ഒരു വലിയ മണിമാളിക പോലെ വീടാണ് എനിക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്നത്, നിസ്സാര വാടകയ്ക്ക്. ജനം അറിഞ്ഞു തന്ന, കർത്താവ് അറിഞ്ഞു തെരിയിപ്പിച്ചതാ, നൽകിയതാ. ഓരോ മുറിയിലൂടെ കടന്നപ്പോൾ ഈശോ അവരുടെ കാതിൽ ഇങ്ങനെ പറഞ്ഞു, 6 മാസം കഴിഞ്ഞാൽ തങ്കച്ചൻ ഇവിടെ കാണത്തില്ല, ഇതാ പറഞ്ഞേ. അപ്പം ഞാനും സെബാസ്റ്റ്യൻ ബ്രദർ ഹാളിൽ നിന്ന് സംസാരിക്കുക. ഈ സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, 6 മാസം കഴിഞ്ഞാൽ ഇവിടെ കാണത്തില്ലെന്ന് ഈശോ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു ചോദിച്ചോ? ഇല്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചോദിക്കാം. 3 മണിക്ക് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഈശോ പറഞ്ഞു, 6 മാസം കഴിയുമ്പോൾ തങ്കച്ചൻ ഇവിടെ കാണത്തില്ലെന്ന് മാത്രമല്ല, അവൻ പോകുന്ന വഴിക്ക് അവൻ്റെ ബിസിനസ്സിൻ്റെ സാധനങ്ങളും പോകും. അപ്പോൾ വീടെല്ലാം മാറുന്നത് നാട് മാറാൻ പോവുകയാണ്. സ്ഥലം ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞില്ല. ആ സഹോദരിയിലൂടെ ഈശോ പറഞ്ഞു, നിന്റെ വീടിൻ്റെ വാതിൽ കാണുന്ന ഈ ചെറിയ റോഡിലൂടെ കുറച്ച് കിലോമീറ്റർ ദൂരം ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് പോവുകയാണ്. ഒരു പച്ച 407 നിന്റെ വീട്ടു സാധനങ്ങൾ പോകുന്നത്. ആ വണ്ടി ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കുറച്ച് ദൂരം പോയിട്ട് ഒരു മെയിൻ റോഡിലേക്ക് കയറും. നീ ആ വഴിക്കാണ് പോകുന്നത്, സ്ഥലം പറയുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഈശോയെ കടത്തി ഓർക്കില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, നീ മര്യാദയ്ക്ക് സ്ഥലം പറഞ്ഞോ, എനിക്ക് സ്വസ്ഥത വേണം, ഞാൻ ഏത് കാട്ടിലേക്കാണ് പോകണമെന്നേ പറഞ്ഞേ പറ്റുള്ളൂ. എന്നും ബഹളമാണ്. ഒരു ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചു എറണാകുളത്തുനിന്ന്.
അപ്പം ഞങ്ങൾ വീട്ടുകാര്യങ്ങളും പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ എനിക്കൊരു മെസ്സേജ് ഒന്നുമില്ലല്ലോ ബ്രദറെ, എന്നെ ഈശോ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ട് പായ്ക്കുക, എങ്ങോട്ടാണെന്നൊന്ന് ചോദിക്കുമോ? അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറയാ, നിന്നെ കർത്താവ് ചൂണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അയക്കാൻ പോകും. ഞാൻ ചോദിച്ചു, ചൂണ്ടി എവിടെയാ? അതെനിക്കറിയില്ല, നീ അന്വേഷിക്ക്. നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് പലരോടും ചോദിച്ചപ്പോൾ 2 ചൂണ്ടിയുണ്ട്. ആലുവായിലൊരു ചൂണ്ടി, പുത്തൻകുരിശിനടുത്തൊരു ചൂണ്ടി. പ്രിയമുള്ളവരെ, ചുരുക്കം പറഞ്ഞാൽ കർത്താവിൻ്റെ സമയത്ത്, ഈ 6 മാസമാകുന്ന സമയത്ത് ചൂണ്ടിയിലൂടെ കടന്നു പോകാനിടയായി. ചൂണ്ടി കണ്ടു. ചൂണ്ടിയിൽ നിന്നൊരാൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് കയറിയിരുന്നു. അച്ഛനോട് സംസാരിച്ചു. ചൂണ്ടിയുമായി ബന്ധപ്പെടാനുള്ള ഒരു വ്യക്തിയെ, ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട ഒരു രാമകൃഷ്ണൻ എന്ന സഹോദരനെ കർത്താവ് അച്ഛനിലൂടെ പരിചയപ്പെടുത്തി ഫോൺ നമ്പർ തന്നു. ഞാൻ വിളിച്ചു, സമയമാവുകയാ, കർത്താവിന് സമയമാവുകയാ, ദിവസങ്ങളൊന്നുമില്ല. ഞാൻ വിളിച്ചു, രാമകൃഷ്ണൻ ബ്രദറെ, ഇന്ന് പോലും സംഭവം ഉണ്ടല്ലോ, എനിക്കൊരു വീട് വേണം, ബിസിനസ് സ്ഥലം വേണം. ആൾ പറഞ്ഞു, വരിക, ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി നോക്കുക. ലാഭത്തിലെ ബിസിനസ് കേട്ടോ, നല്ല ലാഭത്തിലാണ്. ആരാ നടത്തുന്നത്? ഈശോ. അങ്ങനെ ആ ബിസിനസ്സിൽ സ്ഥലം മേടിക്കാൻ വേണ്ടി ഞാനും രാമകൃഷ്ണൻ സഹോദരനുമായിട്ട് നാട് മൊത്തം ചുറ്റി. 5000 രൂപയുടെ സ്ഥലത്തിന് 50,000 രൂപ വില പറയുന്നത്. ഞാൻ വീണ്ടും പ്രാർത്ഥനാ സന്ദേശം വിളിച്ചു, എന്താണ് വേണ്ടത്, സ്ഥലം വാങ്ങിക്കണോ വേണ്ടയോ? അപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് അവിടെയല്ല സ്ഥലം തരാൻ പോണം, മറ്റൊരു നാട്ടിലാ. നീ സ്ഥലം വാങ്ങിച്ചാൽ അത് അവിടെ കിടക്കും, വേണ്ട കേട്ടോ. കർത്താവ് ഒരു വചനം തരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 28:30 വചനം എങ്ങനെയാ? പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ചെലവിൽ വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ സമീപിച്ചവരോട് വചനം പ്രസംഗിച്ചു എന്നാ. എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ ഒരു വീട് ശരിയാക്കുകയാണ്, ഇപ്പോൾ അന്വേഷിച്ചാൽ കിട്ടും. രാമകൃഷ്ണനോട് പറഞ്ഞു, അന്വേഷിച്ചു. പിറ്റേ ദിവസം വീട് റെഡി. അടുത്ത ആഴ്ചയിൽ ഞാൻ ആ നാട്ടിലേക്ക് ചെന്നു. ഒരു പറമ്പിൽ തന്നെ താമസിക്കുവാനും ബിസിനസ് ചെയ്യുവാനുള്ള വലിയ കൃപ കർത്താവ് അത്ഭുതകരമായി, ഓടി നടക്കണ്ട, അത്ഭുതകരമായി നടത്തി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, 1.5 വർഷം കർത്താവ് കാണിച്ചു തന്ന ആ വീട്ടിൽ താമസിച്ചു. അണാ പൈസ തീർത്ത് കർത്താവ് കടം വിട്ടി. അണാ പൈസ കടവില്ല. ആ സമയത്ത് കർത്താവ് പറഞ്ഞു, മിക്ക 2:10, മിക്ക 2:10, ഇവിടം വിശ്രമയോഗ്യമായ സ്ഥലമല്ല, നീ ഇവിടം വിട്ടു പോവുക, നീ ഇവിടെ നിന്നാൽ സമൂലം നശിക്കും, നീ മാറിക്കൊന്നു പറഞ്ഞു. കർത്താവിൻ്റെ പദ്ധതി കഴിഞ്ഞാൽ വീട്ടിൽ മാറണം. ഈശോ പറഞ്ഞാൽ നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആ നാട് മൊത്തം അന്വേഷിച്ചു, ചുറ്റുപാടൊക്കെ അന്വേഷിച്ചു, ഒരു വീടുണ്ടോ? ഒരു വീട് പോലും ഒഴിവില്ല. ഈ ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസ്, ഈ കാലി ബാറിലും പാത്രങ്ങളൊക്കെ തൊട്ടടുത്തൊരു ലോറി ഷെഡ് വാടകയ്ക്ക് കിട്ടി, അങ്ങോട്ട് മാറ്റി, തൊട്ടടുത്താ. എന്നിട്ട് ഞാൻ വീട് അന്വേഷിച്ച് നടക്കുക. അങ്ങനെ കടമറ്റം എന്ന് പറയുന്ന സ്ഥലം, കടമറ്റം അറിയാലോ, കടമറ്റത്ത് കത്തനാർ, എല്ലാവരും അറിയാം. ആ കടമറ്റം കത്തനാറിൻ്റെ തൊട്ടടുത്ത പള്ളിയുടെ തൊട്ടടുത്തേക്ക് ഒരാൾ പറഞ്ഞൊരു വീടുണ്ടോ? അതെല്ലാം ശരിയാക്കി. വീടെല്ലാം ശരിയാക്കിയിട്ട് കയറാൻ വേണ്ടി കർത്താവിനോട് ചോദിക്കേണ്ട ഒരു പരിപാടിക്കില്ല. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് പറഞ്ഞ പോലെ വീടൊക്കെ ഓക്കെ ആയി, ഞാൻ അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാ, വാടക ഇത്ര, അഡ്വാൻസ് ഇത്ര. എന്നോട് ചോദിച്ചു, നീ എവിടെയാ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, കടമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിന്റെ ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താ. ഒരു നിമിഷം കൊണ്ട് മറുപടി വന്നു, നിനക്ക് അവിടെയല്ല കർത്താവ് വീട് തരാൻ പോകുന്നത്. നിന്റെ ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസ് സൂക്ഷിച്ചിരിക്കുന്നതിന് തൊട്ടടുത്ത് നിനക്ക് വേണ്ടി കർത്താവ് ഒരു വീട് ഒരുക്കിക്കൊണ്ടിരിക്കുക. നീ എടുത്ത വീട് ഉപേക്ഷിച്ചിട്ട് പഴയ വീട്ടിൽ താമസിച്ചിട്ട് ഈ വീട് നീ അന്വേഷിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമില്ല സിസ്റ്റർ, നാട്ടിൽ എല്ലാ വീട്ടിലും നിറയെ ആളുകളാ, ഓരോ വീടും കയറി അന്വേഷിച്ചതാ, എല്ലായിടത്തും ആളുകളുണ്ട്. എന്നോട് പറഞ്ഞു, കർത്താവ് പറയുന്നത് നീ ചെയ്യുക. പ്രിയമുള്ളവരെ, എനിക്ക് ആ വീട് സ്വന്തമായിട്ട് കിട്ടിയില്ല, ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ബഹുമാനപ്പെട്ട ആൻ്റണി പൈപ്പള്ളേഴ്സിൻ്റെ ഒരു കൺവെൻഷന് പോയിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കുര്യാക്കോസ്. ആ കുര്യാക്കോസിൻ്റെ വീട്ടിൽ എന്നെ അന്വേഷിച്ച് വന്നു. അപ്പോൾ ഞാനില്ല, ഭാര്യയുണ്ട്. ഭാര്യ ചോദിച്ചു, കുര്യാക്കോസ്, നിൻ്റെ അറിവിൽ ആ വീടിനെ കുറിച്ച് അടയാളം പറയുന്നുണ്ട്, നിനക്ക് തരാൻ പോണ വീട് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. 2ആയിട്ടിരിക്കുന്ന വീട്, ഒരു വീട് ഔട്ട് ഹൗസുവാ, 2 പേര് അതിന് വാടകയ്ക്ക് നോക്കുന്നുണ്ട്. റോഡിൽ നിന്നാൽ ഈ വീട് കാണാം, റോഡിൽ നിന്ന് ചായഞ്ഞിറങ്ങി ചെല്ലുന്നത് ഈ വീടിൻ്റെ മുറ്റത്തേക്കെന്ന്. എവിടുന്ന മെസ്സേജ്? 50-60 കിലോമീറ്റർ അകലയിൽ നിന്ന് നിൽക്കുന്ന സഹോദരിയാണ് പറയുന്നത്, ഈ വീടാണ് എനിക്ക് തരാൻ പോണത്. അപ്പോൾ കുര്യാക്കോസിനോട് പറഞ്ഞു, കുര്യാക്കോസ് പറഞ്ഞു, ചേച്ചി, അത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഓപ്പോസിറ്റ് കിടക്കുന്ന വീടായത്, അടയാളമൊക്കെ ശരിയാ, 2 വീട് ഒഴിവാകും. അപ്പം ഞങ്ങൾ കണ്ടില്ലല്ലോ. അതിൻ്റെ ഉടമസ്ഥൻ അടുത്ത മാസം പുതിയ വീട് പണിത് അങ്ങോട്ട് മാറുമ്പോൾ ഈ 2 വീടും ഒഴിവാകും. ആ 2 വീട് ഒഴിവാകുമ്പോൾ അതിൽ ഒന്ന് എൻ്റെ അളിയനാണ് ചോദിച്ചിരിക്കുന്നത്. കുര്യാക്കോസ് പറയാ, അത് കിട്ടത്തില്ല ചേച്ചി, അത് കിട്ടത്തില്ല. കാരണം ഈ പുതിയ വീടിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട അന്ന് മുതൽ ഈ സഹോദരൻ വന്ന് ചോദിക്കുന്ന കുര്യാക്കോസിനല്ല, ആ വീട് എനിക്ക് തരണേ. അപ്പോൾ കുട്ടന് എൻ്റെ ഓണറുടെ പേര് ഹിന്ദുവാ. അവൻ പറഞ്ഞു, നിനക്ക് തരാം. ഭിത്തി കെട്ടി വാർത്തു തേച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോഴും ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക്, 2 വർഷം കൊണ്ടാ നിനക്ക് തരുവുള്ളെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്ന വീടാ.
അപ്പോൾ കുര്യാക്കോസ് പറഞ്ഞു, ആ വീട് കിട്ടാൻ സാധ്യതയില്ല. ഒരെണ്ണം ഉറപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ, അത് കിട്ടും. ഇത് കിട്ടാൻ സാധ്യതയില്ല. ജീവിത പങ്കാളി പോയി വീട് കണ്ടു, കറക്റ്റ് വീട്, ഈശോ പറഞ്ഞ വീട് തന്നെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്ന് അതിൻ്റെ ഹൗസ് ഓണറോട് പറഞ്ഞു, അവൻ നല്ല ഈശോ വിശ്വാസിയാണ്. ഞാൻ അവനോട് പറഞ്ഞു, കുട്ടാ, കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട് അന്വേഷിച്ച് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന നാട്ടിൽ പോയി ഇന്ന വീട് വാടകയ്ക്ക് എടുത്തതാ, ഇതിൽ വന്ന് താമസിക്കാൻ ഈശോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടം പറയാ, തങ്കഞ്ഞാണ് ഈ 2 വീടും തരുന്നതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഞാൻ ഒരു വീട് ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിച്ചു പോയി, അതുകൊണ്ട് അത് ചോദിക്കരുത്. തങ്കഞ്ഞാനൊരു കാര്യം ചെയ്തു, ഇവനെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് ഇതിൽ വന്ന് നിങ്ങൾ താമസിച്ചു, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, അത് ശരിയാവില്ല കേട്ടോ, അത് വേണ്ട. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. അതിനടുത്ത ദിവസം ഞാൻ ഈ സഹോദരിയെ വിളിച്ചു, ഏലിക്കുട്ടി ചേച്ചിയെ വിളിച്ചു. ചേച്ചിയെ, എനിക്ക് കർത്താവ് എത്ര വീട് തരാമെന്നാണ് പറഞ്ഞത്? 2 വീടൊക്കെ കണ്ടുപിടിച്ചു, അടയാളമൊക്കെ ശരി. പക്ഷേ ആ 2 വീടിൽ ഒരെണ്ണം അതിൻ്റെ ഹൗസ് ഓണർ വേറെ ആൾക്ക് വാക്ക് പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞു, അത് കിട്ടത്തില്ല. അപ്പോൾ ആ മകളിനോട് ചോദ്യം നിങ്ങൾ ഹൃദയത്തിലേക്കണേ, നിനക്ക് വീട് തരാമെന്ന് പറഞ്ഞ കർത്താവാണോ അതോ ഹൗസ് ഓണറാണോ? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കർത്താവാ, എങ്കിൽ ഈ 2 വീടും നിനക്കുള്ളതാണെന്ന് ഈശോ പറയുന്നു. ഞാനെന്താ ചെയ്യണ്ടേ? നീ നിന്റെ ജീവിത പങ്കാളിയും കൈവിരിച്ച് പിടിച്ച് അവരെ അനുഗ്രഹിക്കണേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിനക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് വീട് മാറേണ്ട സമയമായപ്പോൾ കുട്ടൻ കുര്യാക്കോസിൻ്റെ അളിയനെ ആദ്യം വിളിച്ചു. എടാ, നീയല്ലേ ആദ്യം ചോദിച്ചേ, നീ വന്ന് മാറിക്കോ, നീ മാറിക്കഴിഞ്ഞിട്ട് വേണം തങ്കഞ്ഞാനെ വിളിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ കുര്യാക്കോസിൻ്റെ അളിയൻ പറയും, അടുക്കളയില്ല കേട്ടോ, ഒരു ചെറിയ ചായ്പുണ്ട്. അതുവരെ അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാനും ഭാര്യയും കൊച്ചും മാത്രമേ ഉള്ളൂ, ഇച്ചിരി കഞ്ഞി വെച്ചിട്ട് ഈ ചായ്പിൽ നിന്ന് എടുത്ത് അകത്ത് വെച്ച് ഞങ്ങൾ കഴിച്ചോളാം. എന്നാൽ മാറാൻ പറഞ്ഞ അന്നവൻ പറയുകയാ, അതെ കുട്ടാ, എനിക്ക് അടുക്കള കെട്ടിത്തരണം. അടുക്കളയില്ലാത്ത വീട്ടിൽ താമസിച്ച കുടുംബജീവിതം ശരിയാകത്തില്ല, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഭാര്യ വീട്ടുകാരും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അടുക്കള കെട്ടിത്തരണം. അപ്പോൾ കുട്ടൻ പറയണ, എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, ഇപ്പം അതിൻ്റെ ഫ്ലോറിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പൈസയില്ല, ഞാൻ അമേരിക്കയ്ക്ക് പോവുക, ഒരു 3 മാസം കഴിയുമ്പോൾ കുറച്ച് പൈസ ഞാൻ അയച്ചു കൊടുക്കും, അപ്പോൾ നിനക്ക് അടുക്കള കെട്ടിത്തരാൻ ഞാൻ അമ്മച്ചിയോട് പറയാം. അവൻ പറയാ, നീ എനിക്ക് അടുക്കള ഇപ്പം കെട്ടിത്തരുമോ? പറ്റില്ലടാ. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട് എനിക്ക് പറ, വേണ്ട. അവൻ പോയി. ഈ കുട്ടൻ ഓടി വീട്ടിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, അങ്ങഞ്ഞാട്ടോ അവൻ ഇങ്ങനെ പറഞ്ഞ് പോയിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയും, അങ്ങ് സമ്മതിക്കാൻ മനുഷ്യ, 3 മാസം കേസല്ലേ എന്ന് പറഞ്ഞാൽ പണിപാളും. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് മുമ്പ് അവൻ്റെ മുറിക്കകത്ത് കൊണ്ട് ചട്ടിയും കലവും പാത്രവും അടുക്കിക്കോ ചെയ്തു. അവൻ പിന്നെ വന്നിട്ടേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ജീവൻ പോരാ കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കൊള്ളാമോ പ്രിയമുള്ളവരെ? അവനെ ആശ്രയിക്കാൻ കൊള്ളാമോ? അവൻ്റെ പേര് വഴി നടത്തുന്നവൻ ആണോ? വീഴാതെ കെടാതെ കാത്തു പരിപാലിച്ച് വഴി നടത്തുന്നവൻ്റെ പേരാ യേശു ക്രിസ്തു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിൽ താമസാക്കി. 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷം കൊണ്ട് ഞാനിങ്ങനെ പറയാം, എൻ്റെ അപ്പനേക്കാളും അമ്മയെക്കാളും ഒക്കെ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ഒത്തിരി സഹായിച്ച, ഒരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ ഒരു വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ ഈ 55 വയസ്സിനുള്ളിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ഈശോ കാണിച്ചു തന്ന ഈ കുടുംബം. ഞങ്ങളിവിടെ താമസിക്കാനും ആ കുടുംബത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി മാത്രമാ കർത്താവ് ആ വീട് തിരഞ്ഞെടുത്ത് എനിക്ക് തന്നത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1.5 വർഷം കഴിഞ്ഞു. 5 ലക്ഷം രൂപ മിച്ചമായി. ആ സമയത്ത് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കൂടി ആദ്യത്തെ അടിമാലിയിലുള്ള പ്രയർ ഗ്രൂപ്പിൽ യാദൃശ്ചികമായിട്ട് പോവുക. എൻ്റെ തറവാട്ടിൽ പോയ വഴിക്ക് അവിടെ ഒന്ന് കയറി. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചേ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാം, വെള്ളാങ്കല്ലൂർ എന്ന് കർത്താവ് പറയുന്നല്ലോ, അവർക്കിതൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, വെള്ളാങ്കല്ലൂർ എൻ്റെ വീടാ, നാടാ. ഞാൻ ചോദിച്ചെന്തേ വെള്ളാങ്കല്ലൂരിൽ? നിന്നോട് ഈശോ പറഞ്ഞു, നീ വെള്ളാങ്കല്ലൂർ പോയി സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിച്ചോണം. ഞാൻ അവരോട് പറഞ്ഞു, അതായത് ഈശോയോടാ, ഈശോയെ തല പോയാലും ഞാൻ വെള്ളാങ്കല്ലൂർക്ക് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് നാണം കെടുത്താൻ വെള്ളാങ്കല്ലൂർ അല്ലാണ്ട് വേറെ സ്ഥലമൊന്നും കണ്ടില്ല. നീ തൃക്കളത്തൂര് പറഞ്ഞ് ഞാൻ പോയി, നീ ചൂണ്ടി പറഞ്ഞു പോയി, നീ എന്നെ ആനക്കാട്ടിലേക്കോ ആനക്കൂട്ടിലേക്കോ സിംഹക്കൂട്ടിലേക്കോ അയച്ചു, ഞാൻ പോകും, എനിക്ക് യാതൊരു മടിയില്ല, നീ പറഞ്ഞാൽ ഞാൻ പോകും. പക്ഷെ എന്നെ നാണം കെടുത്താൻ വെള്ളാങ്കല്ലൂർക്ക് അയക്കരുത്. എന്താണെന്നറിയാലോ? പറയില്ലേ, ചൂണ്ടിക്കാണിച്ചിട്ട് ദേ പോണവനെ കണ്ടോ എന്ന് ചോദിച്ചു, ബാക്കി എന്തൊക്കെ പറയും. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല കർത്താവേ. കർത്താവ് പറഞ്ഞു, മര്യാദക്ക് നീ വെള്ളാങ്കല്ലൂർ പോയി, പറഞ്ഞ വാക്ക് അതുപോലെ അവരിങ്ങ് പറഞ്ഞു, സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിച്ചോ. എന്നിട്ട് പറഞ്ഞു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22:21 കർത്താവ് പറയുന്നു. എന്താ 11 നോക്കി, നിന്നെ ഞാൻ അങ്ങ് ദൂരെ
വിജാതിയരുടെ അടുക്കലേക്ക് അയക്കും. ഭാവിയിൽ നീ പോകുമ്പോൾ നിന്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഒന്ന് സംരക്ഷിക്കുവാൻ, അന്വേഷിക്കുവാൻ നിന്റെ ഭാര്യ വീട്ടുകാരെ അന്ന് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നീ മര്യാദയ്ക്ക് വെള്ളാങ്കൽ ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞ കറക്റ്റ് സമയത്ത് അത്ഭുതങ്ങളൊന്നും പറഞ്ഞാൽ തീരത്തില്ല, എങ്ങനെയൊന്നും പറഞ്ഞാൽ തീരത്തില്ല, ഒരാഴ്ച വേണം. കർത്താവ് പറഞ്ഞ സമയത്ത് തന്നെ വെള്ളാങ്കല്ലൂരിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. 5 ലക്ഷം രൂപയുള്ളത് 1.5 ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിച്ചു. 3.5 ലക്ഷം രൂപ ബിസിനസ്സിലിട്ടു. ഈശോ പറഞ്ഞു, ഈ സ്ഥലത്തേക്ക് നിന്റെ ബിസിനസ് മാറ്റി. ചൂണ്ടയിൽ നിന്ന് ബിസിനസ് ആ സ്ഥലത്തേക്ക് മാറ്റി. പ്രിയമുള്ളവരെ, ഒരു സംഭവം, സമയം കുറവാണെങ്കിലും പെട്ടെന്ന് പറയാം. അവിടെ ഒരു മതിൽ കെട്ടണം. നാട്ടുകാർ പറഞ്ഞു, കരിയോലിൻ്റെ പണിയില്ലേ, പറമ്പിലേക്ക് ഒഴുകി വരുന്ന പുറകിലത്തെ വീട്ടിലെ ഒരു പോളേട്ടൻ പറഞ്ഞു, എൻ്റെ അളിയനോട് പറയാം, നിന്റെ അളിയൻ എന്തോ ഒരു ഭീകര പ്രസ്ഥാനമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, കരിയോലിൻ്റെ പറമ്പ് വീണ പണി ഞാൻ പൂട്ടിക്കും. അളിയനോട് പറഞ്ഞു, തങ്കഞ്ഞേട്ടാ പെട്ടെന്ന് പരിപാടി നോക്കിയോട്ടോ. ആളെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു, മറ്റു കുഴപ്പമൊന്നുമില്ല, എൻ്റെ പറമ്പിലേക്ക് കരിയോലൊഴുകി വന്നാൽ ഞാൻ പരിപാടി പൂട്ടിക്കും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, ഒരു ചെറിയ സ്ലാബ് മതിൽ പോലെ ഉണ്ടാക്കട്ടെ. നമ്മൾ സ്നേഹമതിൽ എന്നൊക്കെ പറയില്ലേ, സ്നേഹമതിൽ. അപ്പോൾ അത് ഇറക്കി വെക്കും. ആ സ്ലാബ് ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വെക്കും, ഒരു കാല് നാട്ടിയിട്ട്. പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഒരു സ്ലാബ് വീതം 3 ചുറ്റും ഇടും. അപ്പോൾ വെള്ളം ഒഴുകി പോകത്തില്ല. ഫ്രണ്ടിൽ വണ്ടി കയറുന്ന ഭാഗത്തൊരു ഹമ്പ് പിടിപ്പിക്കും. ഞാൻ ചോദിച്ചു, അത് മതിയോ ചേട്ടാ? അത് മതി. പ്രിയമുള്ളവരെ, അതിന് അളവെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പണിക്കാരനെ വിളിച്ചു. ബൈജു എന്ന അവൻ്റെ പേര്. അവനെ വിളിച്ചിട്ട് ഞാനൊരു ടേപ്പിൻ്റെ ഒരു അറ്റത്ത് പിടിച്ചു, അവൻ വേറെ അറ്റത്ത് പിടിച്ച് ഈ മതിലിൻ്റെ നീളവും വീതിയൊക്കെ എടുക്കുക. അപ്പോൾ എനിക്ക് തൊടുപുഴയെന്ന് കോള് വരും. ഈശോ വിളിക്കുന്നു. എന്നോട് ചോദിച്ചു, ബ്രദറെ, മതിൽ കെട്ടാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, അതെ. അതൊരു മതിൽ പോലെ അല്ലല്ലോ കാണുന്നത്, ഒരു അതിര് തിരിച്ചിടുന്ന പോലെയാണല്ലോ കാണുന്നത്. ഞാൻ പറഞ്ഞു, പൈസ ഇല്ല ചേച്ചി, അതുകൊണ്ട് തൽക്കാലം ആളുടെ കുഴപ്പം മാറാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം. ഈശോ പറയുന്നു, നിന്റെ നെഞ്ചിന് മുകളിൽ മതിൽ എന്നില്ല, നാട്ടുകാർ നിന്റെ പരിപാടി പൂട്ടിക്കുന്നു, അതുകൊണ്ട് നെഞ്ചിന് മുകളിൽ മതിൽ കെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പൈസ ഇല്ല. ഞാൻ ആ ബൈജുവിനോട് ചോദിച്ചു, മോനെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടല്ലോടാ, എന്താ ചെയ്യണ്ടേ? അവൻ പറഞ്ഞു, തങ്ങ ഞാൻ എത്ര പൈസ തരും? എൻ്റെ 10,000 ഉണ്ട്, ബാക്കി ഒരു 3 മാസം കഴിഞ്ഞ് തരുമോ? തരാം. അവൻ നെഞ്ചിന് മുകളിൽ മതിൽ കെട്ടി മുട്ടിച്ചു, ബിസിനസ് ചെയ്തു, പണം ഉണ്ടായി. ഈശോ പറഞ്ഞു, ബിസിനസ് പുറത്താക്കൂ, വീട് അകത്താക്കൂ. അകത്ത് വീട് വെച്ച് മനോഹരമായിട്ട്. പ്രിയമുള്ളവരെ, മക്കളൊക്കെ പഠിച്ചു. ഒരാൾ ഗൾഫിൽ പോയി, മറ്റ് 2 പേര് പഠിച്ചു. ഒരാൾ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന, ഒരാൾ BCom പഠിക്കുന്നു. അത്ഭുതകരമായി കർത്താവ് വാഹനങ്ങൾ ഒരു 3-4 എണ്ണം, ബിസിനസിൻ്റെ ആവശ്യത്തിനും സ്വന്തം ആവശ്യത്തിനൊക്കെ ഈശോ. എനിക്കറിയില്ല, ഈശോ പേര് പറഞ്ഞ നമ്പറൊക്കെ ചിലപ്പോൾ പറയും, ഇന്ന നമ്പറുള്ള വണ്ടിയാണ് നീ മേടിക്കാൻ പോകണം, മേടിച്ചോണോ എന്ന് പറയും ബിസിനസ്സിലൊക്കെ. ഇല്ലെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാവും, കൃത്യമായിട്ട് മേടിക്കും, ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടായേനെയും. കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തി. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് ചില പദ്ധതികളും പ്ലാനുകളൊക്കെ ഇനി എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുക. എങ്ങോട്ടാണ് അയക്കുന്നതെന്നും അറിയില്ല, ഞാൻ പോകാൻ ഒരുങ്ങുകയാണ് അതിനുവേണ്ടി. ഈശോ എന്നോട് പറഞ്ഞു, നിന്റെ മനസ്സും ശരീരവും ആത്മാവും ചിന്തകളും നീ പക്വപ്പെടുത്തുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മവിശുദ്ധിയിലേക്ക് നീ കടന്നു വരുമ്പോൾ ആണ് ഞാനിത് ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ദൈവം വലിയവനാണ്. അബ്രാഹത്തെ നയിച്ച പോലെ, മോശയെ നയിച്ച പോലെ കൈപിടിച്ച് നടത്തുന്ന, ഏത് വീട്ടിൽ താമസിക്കണം, എവിടെ പോകണം, എങ്ങനെ വേണം, കടബാധ്യതകളും രോഗങ്ങളും തകർച്ചകളും എല്ലാം എടുത്തു മാറ്റി അത്ഭുതകരമായി വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്നതെന്ന് ഓർക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, കടബാധ്യത ഉണ്ടാകാം, വീടില്ലാതിരിക്കാം, കുടുംബ പ്രശ്നം ഉണ്ടാവാം. എന്നാൽ ഇതെല്ലാം കാലത്തിൻ്റെ പൂർണ്ണതയിൽ തീർത്തു തരാൻ കഴിവുള്ള ശക്തനായ ഒരു ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളുമെന്ന് മറക്കരുതേ. ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവൻ ആരാ? എൻ്റെ ദൈവം. ഒന്ന് പറഞ്ഞേ, നെഞ്ചിൽ കൈവച്ച്. എന്നെ ശക്തനാക്കുന്നവൻ ആരാ? എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്നെ ശക്തനാക്കുമ്പോഴാ ഞാൻ ശക്തനാകുന്നത്. അവൻ പുറത്ത് നിൽക്കുമ്പോഴല്ല ഞാൻ ശക്തനാകുന്നത്, അവൻ അകത്ത് നിൽക്കുമ്പോഴാ ഞാൻ ശക്തനാകുന്നത്. എന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് നിൽക്കുമ്പോഴാ ഞാൻ ശക്തനാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർത്ത് തരാൻ നൽകാൻ കഴിവുള്ള ഒരു ഈശോ. ഫിലിപ്പിയർ 4:19 പറയുന്നുണ്ട്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതിനുവേണ്ടി കർത്താവ് പറയുന്നൊരു വാക്കാണ് മത്തായി 6:33. ദൈവത്തിൻ്റെ വചനം. അതൊക്കെ നേടാൻ വേണ്ടി കർത്താവ് പഠിപ്പിക്കുന്ന വചനമാ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചോ, മറ്റുള്ളവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയമുള്ളവരെ,
ദൈവരാജ്യ വിസ്തൃതിക്കായി നമ്മുടെ ആത്മാവിൽ ദൈവരാജ്യം ഒരുക്കി കൊടുക്കുക. ദൈവത്തിന് വന്ന് വസിക്കുവാൻ ഒരു ആലയം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ സ്വർഗീയ കരുണ വർഷിക്കും. നാം ഓരോരുത്തരുടെ മേലും അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമുക്ക് വേണോ ഈ അനുഭവങ്ങളെല്ലാം? പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും ചെറിയവനായ അടിയന് ദൈവം ഇതെല്ലാം ചെയ്തു തന്നെങ്കിൽ എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലധികമായി എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം വെച്ചു തരുമെന്ന് നാം അറിയണം. നമ്മൾ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുക്കാൻ പോവുക. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുൻപിലാണെന്ന് ഉറപ്പിക്കണം ഹൃദയത്തിൽ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നതും എന്ത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. മാർക്കോസ് 11:24. പ്രാർത്ഥിക്കുന്ന യാചിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും. ആർക്കാണ്? വിശ്വാസമുള്ളവർക്ക്, വിശ്വസിക്കുന്നവർക്ക്. ഹല്ലേലൂയ. കർത്താവ് മാർത്തയോട് പറഞ്ഞ വചനം ഒന്നും കൂടി കേൾക്കാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വാസമുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. രോഗികൾ, ദുഃഖിതർ, പീഡിതരൊക്കെ അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? പ്രശ്നങ്ങളുള്ളവരെന്ന് കര ഉയർത്തിക്കുക. ഈശോ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, കടബാധ്യമാകട്ടെ, ഭവനമില്ലായ്മ എന്തും ആവട്ടെ, ഈശോ ഇടപെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്കാണ് സൗഖ്യം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കാണ് അനുഗ്രഹം. ഹല്ലേലൂയ. 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 ഒന്നുകൂടെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളടച്ചു. ഈശോ തരാൻ പോവുക. പ്രിയമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക മക്കളുണ്ട്. കോടാനുകോടി മക്കൾ അനേക സ്ഥലങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഹൃദയത്തിലേക്ക് കരങ്ങൾ വെച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നു. കർത്താവ് ഇടപെടാൻ പോവുകയാ. കർത്താവ് ഇടപെടാൻ പോവുക. വിശ്വസിക്കുക. കർത്താവ് മാർത്തയോട് പറഞ്ഞാൽ, മാർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ യേശുവേ, സ്വർഗം ചായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രികാലത്തിൽ നിന്നെ ആരാധിക്കുന്ന നിന്റെ മക്കളുടെ ഇടയിലേക്ക് സ്വർഗം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇറങ്ങട്ടെ, സ്വർഗം താണിറങ്ങട്ടെ. കർത്താവേ, വേദനിച്ച് തകർന്ന് നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതങ്ങളുടെ മക്കളുടെ ഇടയിലേക്ക് സ്വർഗം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചോ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. വിശ്വാസപൂർവ്വം ഒന്ന് വിളിച്ചേ. സ്വർഗം ഇറങ്ങട്ടെ. അഭിഷേകം ഒഴുകട്ടെ. തിരുരക്തത്തിന്റെ അഭിഷേകം. എല്ലാ പാപത്തിന്റെ ചങ്ങലകളും പൊട്ടട്ടെ. എല്ലാ അശുദ്ധിയുടെ ചങ്ങലകളും യേശു നാമത്തിൽ പൊട്ടട്ടെ. 1 യോഹന്നാൻ 1:7. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓ യേശുവേ, ഓ യേശുവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ തുളയ്ക്കപ്പെട്ട നിന്റെ കരം, ഓ യേശുവേ, നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഓരോ ആത്മാക്കളുടെ മേലും ഇറങ്ങട്ടെ. സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ. പുത്തൻ അഭിഷേകം ഒഴുകട്ടെ. അഭിഷേകം. തകർന്ന ജീവിതങ്ങളെല്ലാം പുനരുദ്ധരിക്കട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമേ കർത്താവേ. തകർച്ചകൾ എന്തുമാകട്ടെ, അനുഗ്രഹം വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതകരമായ രോഗശാന്തി വചനമായി സുഖപ്പെടുത്തണമേ. പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തി